എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ മറ്റ് യോഗങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ധനയോഗം ഉണ്ടാവും, ഉദ്യോഗ യോഗം ഉണ്ടാവും, ബുദ്ധി മാന്ദ്യ യോഗം ഉണ്ടാവും. ഇങ്ങനെയുള്ള യോഗങ്ങളെക്കുറിച്ച് ഗ്രഹസ്ഥിതി എവിടെയൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ വീക്ഷിച്ചാൽ ദൃഷ്ടി ചെയ്താൽ യോഗം വന്നാൽ ഇതൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഉദ്യോഗത്തിൻ്റെയും നമുക്ക് ധനം ഭാഗ്യം ഒക്കെ വന്നു ചേരുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ഗ്രഹസ്ഥിതിയാണെന്നുള്ളതിൻ്റെ വിശദാംശമാണ്. അപ്പം സാധാരണ യോഗങ്ങളെന്ന് പറയുമ്പോൾ ഏത് ഭാവത്തിൻ്റെ അധിപനും ആ ഭാവത്തിൻ്റെ കാരക ഗ്രഹവുമായി യോഗം ചെയ്തു നിന്നാൽ ആ ഭാവത്തിന് ബലം കിട്ടുമെന്നാണ് നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത്. ആ ഭാവത്തിന് പുഷ്ടി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ 3, 8, 12 എന്നീ ഭാവനാഥന്മാർ എപ്പോഴും ദോഷാവന്മാരായിരിക്കും. 5, 9 എന്നിവയുടെ അധിപന്മാർ ഗുണപ്രദന്മാരുമായിരിക്കും. വ്യാഴത്തിന് 3, 6, 8 എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ളപ്പോഴും 8ാം ഭാവസ്ഥിതി കൂടി ഉണ്ടായിരുന്നാൽ അത് ധനവും കീർത്തിയെയും നൽകുമെന്നാണ്. ശുക്രൻ 6ലോ 8ലോ നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതാണ്. രാഹു 10, 11, 4, 5 ഇവയിൽ ഒരിടത്ത് നിന്നാൽ ബഹുമതിയും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ്. ശനി നിൽക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന രാശി ദോഷപ്രദങ്ങളാണ് എപ്പോഴും. എന്നാൽ 3ലും 9ലും ശനി നോക്കിയാൽ ആ ഭാവങ്ങൾക്ക് ബലഹീനത സംഭവിക്കുന്നതല്ല എന്നാണ് ആചാര്യവചനം. ക്ഷീണചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ മടിയനും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവനായും, പൂർണ്ണചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ധനികനായും മര്യാദയുള്ളവനായും ഭവിക്കുമെന്നാണ്. വ്യാഴം 4ാം ഭാവാധിപനോട് ചേർന്ന് നിന്നാൽ ധാരാളം കന്നുകാലികളും ഗ്രഹ ഉപകരണങ്ങളും ഒക്കെ ഉള്ളവനായി ഭവിക്കും. ഏത് ശുഭഗ്രഹവും പാപന്മാരുടെ മധ്യത്തിൽ നിന്നാൽ അവർക്ക് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലാത്ത പാപഫലങ്ങൾ മാത്രം അനുഭവത്തിൽ വരുന്നതായിരിക്കും. 11ഉം 12ഉം ഭാവനാഥന്മാർ ഒന്നിച്ചു നിൽക്കുകയോ പരസ്പരം വീക്ഷിക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ അവർ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. 11ാം ഭാവാധിപൻ 3ലോ 12ലോ നിന്നാലും ശുഭഫലത്തെ കൊടുക്കുന്നതായിരിക്കും. ഏത് ലഗ്നത്തിൽ ജനിച്ചവനായിരുന്നാലും അവൻ്റെ 9ാം ഭാവാധിപൻ 8ൽ നിന്നാൽ അവൻ നിർഭാഗ്യവാനായി തന്നെ തീരുമെന്നാണ് ആചാര്യൻ പറയുന്നത്. ചന്ദ്രൻ 6ൽ നിന്നാൽ ധാരണാശക്തി ഉള്ളവനായി ഭവിക്കും. ഓജരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ആദ്യമായി തങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശി മുതൽക്കും യുഗ്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ തങ്ങളുടെ ആധിപത്യാനുസരണവും ഉള്ള ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ധനയോഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ധനാധിപൻ ധനസ്ഥാനത്തും ധനാധിപൻ അഷ്ടമത്തിലും സ്ഥിതി ചെയ്യുകയും അവരെ സൂര്യ ശുക്രന്മാർ ആരെങ്കിലും വീക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ധനഭാഗ്യയോഗമാണ്. അപ്പം നമ്മൾ ധനഭാവത്തെക്കുറിച്ച് പറയുന്നത് 2ാം ഭാവത്തെക്കുറിച്ചാണ്. അപ്പം 2ാം ഭാവാധിപൻ 11ലും 11ാം ഭാവാധിപൻ 2ലും പരിവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിൽ അവരെ രണ്ടുപേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ, 2 ഗ്രഹത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തെ ലഗ്നാധിപനോ വ്യാഴമോ ശുക്രനോ വീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ഫലമാണ്, ധനയോഗമാണ്. 11ാം ഭാവാധിപതി ഉച്ചത്തിലും ശുക്രൻ ഗുരുവീക്ഷിതനായും നിൽക്കുക, ലഗ്നത്തിൽ വ്യാഴം നിൽക്കുകയും 2ാം ഭാവാധിപൻ 2ൽ നിൽക്കുകയോ 2ൽ വീക്ഷിക്കുകയോ ചെയ്താലും ശുക്രൻ 11ാം ഭാവാധിപനായി ഭവിച്ച് കുജനോട് അല്ലെങ്കിൽ ചൊവ്വയോട് ചേർന്ന് 2ൽ തന്നെ നിൽക്കുക. ഇതും ധനയോഗമാണ്. ഗുരുവും ശുക്രനും ചേർന്ന് 2ാം ഭാവത്തിൽ ലഗ്നാധിപന്റെ കേന്ദ്രത്തിൽ നിൽക്കുകയും
അവരെ രണ്ടാം ഭാവാധിപനോ 11ാം ഭാവാധിപനോ വീക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ ഉള്ള സ്ഥിതി ധനയോഗമാണ്. ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയും ആ ലഗ്നത്തിന് 5ാം ഭാവാധിപതിയുടെയോ 9ാം ഭാവാധിപൻ്റെയോ യോഗദൃഷ്ടികൾ ഉണ്ടാവുകയും ചെയ്താൽ വലിയ ധനഭാഗ്യയോഗമാണ്. ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ 10ാം ഇടത്ത് സൂര്യൻ നിന്നാൽ, പിതാവിൽ നിന്നും ചന്ദ്രൻ നിന്നാൽ, മാതാവിൽ നിന്നും, കുജൻ നിന്നാൽ വ്യവഹാരം വഴി പ്രതിയോഗിയിൽ നിന്നും, ബുധൻ നിന്നാൽ ബപ്പുവിൽ നിന്നും, ശുക്രൻ നിന്നാൽ ഭാര്യയിൽ നിന്നും ധനം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഉദ്യോഗ യോഗമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഗ്രഹനിലയിൽ ആ ഗ്രഹനിലയൊക്കെ എന്തെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലഗ്നം എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രഹനില പഠിക്കുന്നതെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഉദ്യോഗ യോഗം എങ്ങനെയാണ് വന്ന് ഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ധനു, മീനം, മകരം, കർക്കിടകം ഈ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ ചൊവ്വ നിൽക്കുക. ധനു, മേടം ഈ രാശികളിലൊന്നിൽ ആദിത്യൻ നിൽക്കുക. കന്നി, ധനു തുടങ്ങിയ രാശികളിലൊന്നിൽ ബുധൻ നിൽക്കുക. ധനു, മീനം, വൃശ്ചികം, ചിങ്ങം തുടങ്ങിയ രാശികളിൽ വ്യാഴം നിൽക്കുക. മകരം, മീനം, ധനു തുടങ്ങിയ രാശികളിൽ ശനി നിൽക്കുക. വൃശ്ചികം, മകരം തുടങ്ങിയ രാശികളിൽ ചന്ദ്രൻ നിൽക്കുക. ഇടവം, മിഥുനം തുടങ്ങിയ രാശികളിൽ ശുക്രൻ നിൽക്കുക. ഈ വിധം രാശികളിൽ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ അവർ ജാതകന് സർക്കാർ ജോലി ലഭിക്കാൻ പ്രേരണ നൽകുന്നവരായിരിക്കും. ഗ്രഹങ്ങൾക്ക് ബലവും ശുഭയോഗവും അല്ലെങ്കിൽ ശുഭദൃഷ്ടികളും നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് നീചഭംഗത്വവും ഉണ്ടായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ഗുരുവോ ചൊവ്വയോ, പ്രത്യേകിച്ച് ചൊവ്വ നോക്കിയാൽ സർക്കാർ ജോലിയാണ് ഫലം. കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ നോക്കിയാൽ പട്ടാളത്തിലോ പോലീസിലോ നിയമവകുപ്പിലോ ഉദ്യോഗം സിദ്ധിക്കുന്നതായിരിക്കും. ചൊവ്വയുടെ ക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ, ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ബലവാനായി നിൽക്കുകയും വ്യാഴം വീക്ഷിക്കുകയും അതോടൊപ്പം ആ ചൊവ്വയ്ക്ക് ലഗ്നാൽ ഏതെങ്കിലും ഒരു കേന്ദ്രഭാവ സ്ഥിതി വരികയും ചെയ്താൽ സർക്കാർ സംബന്ധമായ ജോലി ലഭിക്കും. വർഗോത്തമം ചെയ്ത് കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ജലരാശിയായ മീനത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കുകയും ആ വ്യാഴത്തിന് 4ാം ഭാവാധിപത്യം സിദ്ധിച്ചിരിക്കുകയും ചെയ്താൽ ജാതകന് ജലവാഹന സംബന്ധമായ ഉയർന്ന ജോലി ലഭിക്കും. ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ ശുദ്ധനായ ഒരു ഗ്രഹം യാതൊരു പാപിൻ്റെ ദൃഷ്ടിയോ യോഗമോ കൂടാതെ നിൽക്കുക. ചന്ദ്രലഗ്നാധിപനായ ഗ്രഹം ശുഭനായിരിക്കുക. ഈ യോഗമുണ്ടായാൽ ഉയർന്ന ഉദ്യോഗവും കീർത്തിയും ധനവും സിദ്ധിക്കും. കർക്കിടകത്തിൽ ചന്ദ്രനും മീനത്തിൽ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളും മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹുവും നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഡോക്ടറായിട്ട് ഭവിക്കും. 2ാം ഭാവത്തിൽ കേതുവും, കേതു നിൽക്കുന്ന രാശിയുടെ അധിപൻ 9ാം ഭാവത്തിൽ നിന്നാൽ ഒരു നല്ല വാഗ്മിയായി തീരും. ചിങ്ങം ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും 2ാം ഭാവത്തിൽ ബുധൻ രവിയോഗം ചെയ്ത് നിൽക്കുകയും 5ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ജനിക്കുന്നവൻ സർക്കാർ ജോലിയുള്ളവരായിരിക്കും. അടുത്തത് ബുദ്ധി മാന്ദ്യയോഗം. നമ്മൾ പറയും നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് ശരിയാകുന്നില്ല, പഠിത്തത്തിലൊന്നും ശരിയാകുന്നില്ല, ബുദ്ധിക്കുറവാണ്, പരീക്ഷയിലൊന്നും പാസ്സാകുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളുടെ ജാതകത്തിൽ ഈ ബുദ്ധിമാന്ദ്യ യോഗം ഉണ്ടായിരിക്കും. അതിങ്ങനെയാണ്: ലഗ്നത്തിൽ ചന്ദ്രനും ശനിയും 7ൽ ചൊവ്വയും നിന്നാൽ ജാതകൻ ബുദ്ധിശൂന്യനായി തന്നെ ഭവിക്കും. ചൊവ്വയുടെ 2ലും 12ലുമായി ഇരുവശവും ആദിത്യ ചന്ദ്രന്മാർ നിന്നാലും ജാതകൻ ബുദ്ധിശൂന്യനായിരിക്കും. ലഗ്നത്തിൽ ചൊവ്വയും ചന്ദ്രനും നിൽക്കുകയും 7ാം ഭാവത്തിൽ ബുധസ്ഥിതി വരികയും ചെയ്താൽ ജാതകൻ ബുദ്ധിയില്ലാത്തവനായി ഭവിക്കും. പാപവീക്ഷിതനായ ശനി 2ാം ഭാവത്തിലും മൗഢ്യമുള്ള ബുധൻ 5ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് ബുദ്ധിയും വിദ്യയും കുറവായി ഭവിക്കും. അപ്പം ഇവിടെ ഞാൻ ഇത്രയും കുട്ടികളെ സംബന്ധിച്ചും വിദ്യയെ സംബന്ധിച്ചും ഒക്കെയുള്ള ഫലത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഹരിയോം ഹരിയോം ഹരിയോം.